ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 14 വിളക്ക് ദീപത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾ തെളിയിക്കുന്നത് ധനവരവിന് വേണ്ടിയിട്ടാണ്. മറ്റ് ആഗ്രഹസാധ്യങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പർട്ടിക്കുലറായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ധനം വരണം, അത് നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മുടെ കയ്യിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 14 വിളക്ക് ദീപം തെളിയിക്കുന്നത്. തുടർച്ചയായ 7 വ്യാഴാഴ്ചകളിലാണ് നമ്മൾ ഈ ഒരു ദീപം തെളിയിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം തന്നെ, അതായത് 1ാമത്തെ വ്യാഴാഴ്ച തെളിയിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഈ കാര്യത്തിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 14 വിളക്ക് ദീപം കൊളുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമുക്ക് ഈ ഒരു ദീപം വീട്ടിലും കൊളുത്താം, ക്ഷേത്രത്തിലും കൊളുത്താം. ഇപ്പോൾ വീടിനടുത്ത് ശിവ വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ നിത്യപൂജകൾ മുടക്കം കൂടാതെ, അതായത് 3 നേരത്തെ പൂജയും നടക്കുന്ന ക്ഷേത്രം വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ പോയോ നമുക്ക് ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ്. ഇപ്പോൾ ആദ്യം നിങ്ങൾ വീട്ടിൽ കൊളുത്തി തുടങ്ങിയെങ്കിൽ 7 ആഴ്ചയും വീട്ടിൽ തന്നെ കൊളുത്തണം. ആദ്യം ക്ഷേത്രത്തിലാണ് കൊളുത്തി തുടങ്ങിയതെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ കൊളുത്തണം. എല്ലാവർക്കും ചിലപ്പം വീട്ടിൽ കൊളുത്തുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഇനി ഞാൻ പറഞ്ഞു, ഇത് തുടർച്ചയായ 7 വ്യാഴാഴ്ചകളിലാണ് കൊളുത്തുന്നത്. വ്യാഴാഴ്ച എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ ദിവസമാണ് നമുക്കറിയാം. വ്യാഴാഴ്ച വൈകുന്നേരം 5:30-ക്കും രാത്രി 9 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് ഈ ഒരു ദീപം കൊളുത്താൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതായത് രാവിലെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, സന്ധ്യയ്ക്ക് 5:30 to 9 ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ദീപം കൊളുത്താനായിട്ട് ശ്രമിക്കണം. സാധാരണ നിലവിളക്കൊക്കെ കൊളുത്തി ആ നിലവിളക്ക് നമ്മൾ കെടുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ദീപം കത്തിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ കത്തിച്ച് വെക്കാം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കാരണം 14 ദീപങ്ങൾ ഒന്നിച്ച് കത്തിച്ച് വെക്കാനായിട്ടുള്ള സ്പേസ് നമ്മുടെ വീട്ടിൽ പൂജാമുറി എന്ന് പറയുമ്പോൾ വിളക്ക് എവിടെ കത്തിക്കുന്നു ആ ഒരു ഭാഗത്ത് സ്ഥലമില്ലെങ്കിൽ സാധാരണ നിലവിളക്കൊക്കെ കൊളുത്തി അത് കെടുത്തിയതിന് ശേഷം ഇത് കത്തിച്ച് വെച്ചാൽ മതി എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ്, പുല, വാലായ്മ ഇതൊക്കെ ഉള്ളവരിതൊന്നും ചെയ്യരുത്. നമ്മൾ ഒരു 2 or 3 വ്യാഴാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പീരിയഡ്സ് വന്നാൽ ആ ഒരാഴ്ച നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അടുത്ത വ്യാഴാഴ്ചയാകുമ്പം എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് പിന്നെ തുടർന്ന് കണ്ടിന്യൂ ചെയ്തു പോവുക. ഇടയ്ക്ക് എന്തെങ്കിലും ട്രാവൽ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു അങ്ങനെയൊന്നും ഇത് മുടക്കാതെ നോക്കണം കഴിവതും. കാരണം ധനവരവിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു പീരിയഡ് സമയം ഒഴിച്ച് അല്ലാതെ മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പീരിയഡ്സൊക്കെ വരുന്ന സമയത്ത് വീട്ടിലുള്ള ആരെങ്കിലും ഇത് കൊളുത്തുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ഇത് കൊളുത്താം. ഇത് കൊളുത്തുക മാത്രം പോരാ, നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് അവരെ കൊണ്ട് സാധിക്കുമെങ്കിൽ ചൊല്ലിക്കുകയും വേണം. നമ്മൾ ഈ ഒരു ദീപം കൊളുത്തുന്നത് 3 പേർക്കാണ്. ഒന്ന് ഭഗവാൻ മഹാദേവന്, മറ്റൊന്ന് വിഷ്ണു ഭഗവാന്, പിന്നെ ഒന്ന് ലക്ഷ്മി ദേവിക്ക്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ശിവഭഗവാന്റെ ശിവകുടുംബ ഫോട്ടോ ഉണ്ടാകും, ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ വിഷ്ണുവിൻ്റെയും ഫോട്ടോ ഉണ്ടാകും. അതിപ്പം വെങ്കടേശ്വര ഭഗവാനും ലക്ഷ്മി ദേവിയും ഒന്നിച്ചുള്ളതാണെങ്കിലും അങ്ങനെ മതിയാവും. ഇവിടെ നമ്മൾ നെയ്വിളക്കാണ് 3 പേർക്കും കൊളുത്തുന്നത്. അതായത് നമ്മൾ ഈ 7 വ്യാഴാഴ്ചയും 14 ദീപങ്ങൾ തന്നെ കൊളുത്തണം. അല്ലാതെ ഓരോ ആഴ്ചയും ദീപത്തിൻ്റെ എണ്ണം നമ്മളിവിടെ കൂട്ടുന്നൊന്നുമില്ല. ആദ്യത്തെ ആഴ്ച മുതൽ 7ാമത്തെ ആഴ്ച വരെ തുടർച്ചയായി നമ്മൾ 14 ദീപങ്ങൾ കൊളുത്തണം. ശുദ്ധമായ നെയ്യ് വേണം ഉപയോഗിക്കാൻ. ശുദ്ധമായ നെയ്യ് എന്ന് പറയുമ്പോൾ നമ്മൾ വെളിയിൽ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ ശുദ്ധമാണെന്ന് തോന്നുന്ന നെയ്യ് ഏതാണോ അത് നമ്മൾ വാങ്ങിച്ച് ചെയ്താൽ മതിയാവും. ഇനി വീട്ടിൽ നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതാണെങ്കിലും ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ഇപ്പം പുതിയതായിട്ടൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, നിങ്ങളുടെ വീടിനടുത്ത് സ്റ്റോഴ്സിൽ പോയാൽ നമുക്ക് പുതിയ മൺവിളക്ക് മേടിക്കാൻ കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ മൺവിളക്ക് 14 എണ്ണം മേടിക്കുന്നതാകും ഏറ്റവും നല്ലത്. ഇനി അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ പഴയ മൺവിളക്കുണ്ടെങ്കിൽ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത്
മഞ്ഞൾ കുങ്കുമം പൊട്ടുവെച്ച് നെയ്യൊഴിച്ച് ഒരു തിരി കൊളുത്തുക. ദീപത്തിൻ്റെ ജ്വാല വടക്കോട്ടാണ്. നമ്മൾ ഭഗവാൻ മഹാദേവന് മുൻപിൽ 3 നെയ്ദീപങ്ങൾ കൊളുത്തണം. സാധാരണ നമ്മുടെ പൂജാമുറിയിൽ എവിടെയാണോ ഇവരെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ വെച്ചാൽ മതിയാവും. അതായത് ഭഗവാൻ മഹാദേവൻ എവിടെയാണോ നിങ്ങൾ വെച്ച് പൂജ ചെയ്യുന്നത് അതേ സ്ഥലത്ത് തന്നെ ഈ ഒരു 3 ദീപം എത്തിയാൽ മതിയാവും. ഇതിനു വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് മാറ്റി വെക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് സ്ഥലമുണ്ട്, സമയമുണ്ട്, താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും മഹാദേവനെയും ഒന്നിച്ച് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അവർക്ക് മുൻപിൽ ഒന്നിച്ച് തന്നെ ഈ ദീപങ്ങൾ കൊളുത്താവുന്നതാണ്. അപ്പം നമ്മൾ ഒരു വലിയ വാഴയിലയോ അല്ലെങ്കിൽ വലിയൊരു ബ്രാസിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു വലിയ പലകയോ അങ്ങനെ എടുത്തിട്ട് 3 ദേവീദേവന്മാരെയും പ്ലേസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പൂക്കളോ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ ചെയ്താൽ മതി. ഇവിടെ അതൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. ദീപം കൊളുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സാധാരണ നമ്മൾ പൂജകളൊക്കെ ചെയ്യുമ്പോൾ ഫോട്ടോയൊക്കെ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പൂമാലകളോ പൂക്കളോ ഒക്കെ ചേർത്തുമല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അത് നമ്മുടെ കണ്ണിനൊരു അഴകായിരിക്കും, മനസ്സിനൊരു ആനന്ദമായിരിക്കും, നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും. ഇപ്പോൾ അതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർ 3 ഫോട്ടോസും അടുപ്പിച്ച് വെച്ചിട്ട് വിളക്ക് കൊളുത്തിയാൽ മതിയാകും. അപ്പം ഇതേപോലെ തന്നെ ചെയ്യുന്നു. ഭഗവാൻ മഹാദേവന് മുൻപിൽ 3 മൺവിളക്കുകൾ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുന്നു, വടക്കോട്ട് ഫേസ് ചെയ്ത്. ലക്ഷ്മി ദേവിക്ക് മുൻപിൽ 6 മൺവിളക്കുകൾ വടക്കോട്ട് നെയ്യൊഴിച്ച് ഫേസ് ചെയ്ത് കത്തിക്കുന്നു. വിഷ്ണു ഭഗവാന് മുൻപിൽ 5 വിളക്കുകൾ നെയ്ദീപം വടക്കോട്ട് ഫേസ് ചെയ്ത് കൊളുത്തുന്നു. ഇതാണ് ഒരു കണക്കെന്ന് പറയുന്നത്. അങ്ങനെ ഇത് 3ഉം നമ്മൾ കൊളുത്തിയതിന് ശേഷം ആ ഒരു കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപത്തിന് മുൻപിലിരുന്ന് നമഃശിവായ, ഇവിടെ ഓം പ്രൊനൗൺസ് ചെയ്യരുത്, നമഃശിവായ എന്നുള്ള മന്ത്രം നമ്മൾ 27 പ്രാവശ്യം ജപിക്കണം. അതിനുശേഷം നമോ നാരായണായ എന്നുള്ള മന്ത്രം നമ്മൾ 27 പ്രാവശ്യം ജപിക്കുന്നു. ശേഷം ഹിരണ്യവർണ്ണായേ നമ, ഇത് ലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ്. ഈ മന്ത്രവും 27 പ്രാവശ്യം ജപിക്കുന്നു. ജപശേഷം ധൂപദീപ ആരതി എടുക്കാം, നിവേദ്യം കൊടുക്കാം, കർപ്പൂര ആരതി എടുക്കാം. ഇതും നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾ ചെയ്യുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. നിവേദ്യം സമർപ്പിക്കണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇവിടെ ഇല്ല. അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും ചെയ്യുന്നു. ധനപരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർട്ടിക്കുലറായിട്ടൊരു എമൗണ്ട് ആവശ്യപ്പെടാം. അതായത് ദൈവമേ എനിക്ക് ഇത്രയും ഒരു പൈസ കിട്ടാൻ അനുഗ്രഹിക്കണമേ എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ ധനപരമായിട്ടൊരു ഉയർച്ച ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാലും മതിയാവും. ഇതാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന രീതി. ഈ വിളക്കുകൾ കത്തി നിൽക്കേണ്ടത് 1.5 മണിക്കൂർ സമയമാണ്. 30 മിനിറ്റ് നേരം മഹാദേവനും 30 മിനിറ്റ് നേരം വിഷ്ണു ഭഗവാനും 30 മിനിറ്റ് നേരം ലക്ഷ്മി ദേവിക്കും. അങ്ങനെ ടോട്ടൽ 1.5 മണിക്കൂർ ഈ ദീപം തെളിഞ്ഞു നിൽക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. 30 മിനിറ്റ് 30 മിനിറ്റ് 30 മിനിറ്റ് 3 പേർക്കും 30 മിനിറ്റ്സ് എന്നുള്ളത്. 1.5 മണിക്കൂറിന് ശേഷം അത് തന്നെ അണയുകയോ നമുക്ക് അണയ്ക്കുകയോ ചെയ്യാം. വിളക്ക് അണഞ്ഞതിന് ശേഷം ഈ 14 വിളക്കും എടുത്ത് കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കാം. അടുത്ത വ്യാഴാഴ്ച ദീപം തെളിയിക്കാൻ. ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. ലക്ഷ്മി ദേവിക്കും വിഷ്ണുദേവനും മഹാദേവനും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ദീപങ്ങൾ കൊളുത്തുന്നു, മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നു. അവിടെയും ഈ ഒരു 1.5 മണിക്കൂർ സമയം നമ്മൾ പാലിക്കണം. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഈ ദീപം കൊളുത്തി 1.5 മണിക്കൂർ നമ്മൾ അവിടെ ചിലവഴിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പം ക്ഷേത്രത്തിൽ പോയി 1.5 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി പവറുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലേക്കാൾ കൂടുതൽ പവറുള്ള സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഒറ്റ തവണ കൊളുത്തുമ്പോൾ തന്നെ നമുക്കതിന് ഡിഫറൻസ് മനസ്സിലാവും. അങ്ങനെ നമ്മൾ 7 ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1-2 ആഴ്ച നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും നിങ്ങൾക്കിത് കൊളുത്തി തുടങ്ങാവുന്നതാണ്. നല്ല ഫലം ലഭിക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകും. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കൂ.
എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.